തികച്ചും എൻ്റേതായ രീതിയിലൊരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് തക്കാളി ജ്യൂസ് ആക്കിയതും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മറ്റൊരു പാനിലോട്ട് ചില്ലി ചിക്കൻ ആവശ്യമായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ പൊരിച്ചെടുത്തിട്ട് അതിനെ പീസാക്കിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ മെയിൻ പരിപാടി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒലിവ് ഓയിലാണ് നമ്മൾ ചേർക്കണം. ഒലിവ് ഓയിൽ ചേർത്തിട്ട് അതിലോട്ട് ഒരു സവാള കുഞ്ഞേതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത ശേഷം അതിന് ശേഷം ഒരു 4-5 ചെറിയ വെളുത്തുള്ളി പീസാക്കിയത് അരിഞ്ഞ് വെച്ചതും, അതുപോലെ തന്നെ വെജിറ്റബിൾസായ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തെന്ന് അറിയോ, ക്യാരറ്റ് അതേപോലെ തന്നെ എന്താ പറയുക തന്നെ ബീൻസ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ കോണില്ലേ സ്വീറ്റ് കോണ്, അതും കൂടി ഞാൻ ഓപ്ഷണലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചോപ്പ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ ചോപ്പ് ചെയ്ത് വെച്ചില്ലേ, ഫ്രൈഡ് ആക്കി എടുത്ത് ചിക്കന് ചോപ്പ് ചെയ്ത് വെച്ചതും എല്ലാം കൂടി ചേർത്തിട്ട് കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരുവിധം പച്ചക്കറിയൊക്കെ ഒരു ഹാഫ് ബോയിലായ ശേഷം നമ്മൾ ഈ ഷെസ്വാൻ മസാല നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, തക്കാളി ടൊമാറ്റോ സോസ്, ആ മസാല നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഹാഫ് കുക്ക് ചെയ്ത ബസ്മതി റൈസ് അതും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ്